ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ദാഹിക്കുമല്ലോ. അപ്പം ഗഗൻസിൽ കയറിയിട്ട് ഓരോ ഗ്ലാസ് നിറഞ്ഞേണ്ടി വാങ്ങിച്ചു കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓരോ ഗ്ലാസ് മേടിച്ചു കൊടുത്തു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ഞം കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ പുതിയ അലങ്കാറിലേക്കാണ് വന്നിരിക്കുന്നത്. എന്ത് രസമല്ലേ, അവരുടെ ഗാർഡൻ സെറ്റപ്പും ആംബിയൻസും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അകത്ത് കയറി നോക്കിയപ്പോൾ അതിലേം കിട്ടില്ല, ഇനി ഓൺലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് വാഷ്റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. പുതിയ കടയായതുകൊണ്ട് വലിയ മോശമൊന്നും പറയാനൊന്നുമില്ല, നല്ല നീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിരുന്നപ്പോൾ വെള്ളം വന്നു, ഓർഡർ എടുക്കാൻ ആൾ വന്നു. പിന്നെ നമ്മൾ തപ്പി നമ്മുടെ സെയിം ഐറ്റത്തിലേക്ക് തന്നെ പോയി. പിള്ളേർക്ക് നൂഡിൽസ് മേടിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, ഒരാൾ കിഴി ബിരിയാണി മേടിച്ചു, ഒരാൾ ദം ബിരിയാണി മേടിച്ചു. പിന്നീടാണ് മനസ്സിലായത് രണ്ടും ചിക്കൻ തന്നെയാണ് പറഞ്ഞതും. അതുകൊണ്ട് ടേസ്റ്റിനും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഒരെണ്ണം കിഴി കിട്ടിക്കൊണ്ട് വന്നു, അത്ര വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ. അവരുടെ അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കിഴി അൺബോക്സ് ചെയ്യാണ്. നല്ല സാറ്റിസ്ഫാക്ഷനുള്ള മൊമെൻ്റ് ആയിരുന്നു. റൈസൊക്കെ നല്ല ഫ്ലേവർഫുൾ തന്നെയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കടയിൽ നിറച്ച് തിരക്കായിരുന്നു കേട്ടോ. എന്തോരം ആൾക്കാരായിരുന്നു. നമ്മളൊന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നാത്തൂന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണേ. നമ്മൾ മുണ്ടൂർ സെൻറ്ററിലേക്കാണ് വന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ മുണ്ടൂർ സെൻറ്റർ ഭാഗം. എല്ലാവർക്കും അറിയില്ല, മുണ്ടൂരുകാർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അതേ നമ്മൾ വീട്ടിലേക്ക് എത്തി. ബർത്ത്ഡേകൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ വീടിൻ്റെ അകത്ത് കയറാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ അകമൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ഈ വീടും ഞങ്ങളുമായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതേ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് വീടിൻ്റെ അകം വരുന്നത്. ഇതാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കിച്ചു, അവനാണ് കേട്ടോ അത്. ഇത് അവൻ്റെ 2 അനിയന്മാർ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നമ്മൾ പതുക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ അട്ടുവിൻ്റെ സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അവൻ പഠിക്കുന്നത്. ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് വന്നൊരു പ്രതീതിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ, നല്ല തണവാണേ. അപ്പോൾ അതേ ഇന്ന് അവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഡേ ആയിരുന്നുകൊണ്ട് അവിടെ മീറ്റിങ്ങൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവനെ പോയിട്ട് എടുക്കേണ്ട വന്നു. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. അതൊരു വലിയൊരു ലോകമാണ്, അത് കാരണം കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവന് വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ഒരു മുട്ട ബജിയും പിന്നെ അവനൊരു ഷേക്കൊക്കെ മേടിച്ചു. ഇതാണ് നമ്മൾ വന്ന കട കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോട്ടെ. ഓക്കെ, ബായ്.